ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. US-ഉം ഇസ്രായേലും ചേർന്ന് ഇറാനെ അടിച്ച് നിലംപരിശാക്കി കളഞ്ഞ ആ ഓപ്പറേഷന് നൽകിയ പേരാണിത്. വളരെ രസകരമായിട്ടുള്ള പേര് അല്ലേ? ഇതിനു മുമ്പ് ഇവർ ഇത്തരത്തിലൊരു ആക്രമണം ഇറാനു നേരെ നടത്തിയതായിട്ട് നമുക്ക് ഓർമ്മയുണ്ട്. അതിന്റെ പേരെന്തായിരുന്നു? ആദ്യത്തേത് മിഡ് നൈറ്റ് ഹാമർ ആണ്. പിന്നെ മഡ്രോയെ ഇങ്ങ് പിടിച്ചുകൊണ്ടുവന്ന US-ന്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അതിന് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്നാണ് പേര് കൊടുത്തിരുന്നത്. എന്തായാലും ഓപ്പറേഷന്റെ പേരുകളുടെയൊക്കെ കാര്യം അവിടെ നിൽക്കട്ടെ. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പറയുന്ന ഈ ഒരു ഏറ്റുമുട്ടൽ, ഈ ഒരു യുദ്ധത്തിൽ അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളും നിസ്സാരമല്ല. നമുക്കറിയാം, അത് രാവിലെ തന്നെയാണ് ഖമനേയിയെയും കുടുംബത്തെയും അടക്കം അവിടെ ഒത്തുകൂടിയ എല്ലാവരെയും ബോംബിട്ടങ്ങ് തകർത്ത് തരിപ്പണമാക്കി കളയുന്നത്. അതിനുവേണ്ടി ഇവിടെ നെഞ്ചത്തടി, നിലവിളി എന്ന് വേണ്ട സകല പരാക്രമങ്ങളും പരവേശങ്ങളും ഒക്കെ കാണിക്കുന്നവരാണ് നമ്മുടെ രാജ്യത്തുള്ളവരും പുറം രാജ്യത്തുള്ളവരും. പക്ഷേ തലയ്ക്ക് ബോധമുള്ളവരൊക്കെ അവിടെ സന്തോഷിച്ചു കൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് സ്ത്രീ വിഭാഗങ്ങൾ, സ്ത്രീജനങ്ങൾ അങ്ങനെ വളരെ സന്തോഷത്തിലാണ്. പല രാജ്യങ്ങളിലുമൊക്കെ ഇറാനിയൻ പൗരകളായിട്ടുള്ളവരൊക്കെ വളരെ സന്തോഷത്തിലിരിക്കുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ അവിടെ നെഞ്ചത്തടിച്ച് കരയുന്നവരുടെ മാത്രമേ കൊടുക്കുകയുള്ളൂ. അതൊരു പ്രത്യേക അജണ്ടയാണ് മക്കളെ, പ്രത്യേകതരം അജണ്ടയാണ്. എന്തായാലും ഈ ഒരു ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി നടത്തിയപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നൊരു വമ്പൻ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 30 മണിക്കൂർ ഇങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും 2000-ഓളം ബോംബുകളാണ് ഇറാനുമേൽ വർഷിച്ചത് എന്നാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വരുന്നത്. ഇതിൽ ഒട്ടും കുറച്ച് കാണാൻ കഴിയാത്ത രീതിയിലുള്ള നമ്മൾ പറയില്ലേ മൂട്ടിക്കൊണ്ടുപോയി ബോംബിടുക എന്ന്, അത്തരത്തിലുള്ള ഒരു സ്ട്രൈക്ക് നടത്തിയിരിക്കുകയാണ് അമേരിക്കയും. അമേരിക്ക ബങ്കർ ബസ്റ്ററാണ് ഇട്ടത് എന്നുള്ളത് നമ്മൾ ഇന്നലെ അറിഞ്ഞ കാര്യമാണ്. അങ്ങ് എല്ലാത്തിൻ്റെയും കവാടത്തിൽ കൊണ്ടുപോയി ഇട്ട് തകർത്ത് താരിപ്പണമാക്കി. ഇവരൊക്കെ എവിടെ ഒളിഞ്ഞിരിക്കാമോ അതെല്ലാം കൃത്യമായി കണ്ടുപിടിച്ച് ലക്ഷ്യം വെച്ച് സ്പോട്ട് ചെയ്ത് കൃത്യമായി മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അവിടെ കൊണ്ടുപോയി ബോംബിട്ടു, ബങ്കർ ബസ്റ്റർ ബോംബ്. ഈ ഒരു ആക്രമണം നടത്തുന്നതിന് മുമ്പ് US-ന്റെ യുദ്ധവിമാനങ്ങൾ ഏതാണ്ട് 700-ലധികം തവണ ഇറാനെ വലം വെച്ചിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ആലോചിച്ച് നോക്കണം, 700-ലധികം തവണ വലം വെച്ചു. അതിനുശേഷമാണ് ഈ ഒരു സ്ട്രൈക്ക് നടത്തിയത്. അതായത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് കൃത്യമായ ലക്ഷ്യങ്ങളെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ഈ ബോംബുകൾ വർഷിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ പെന്റഗൺ $2 ബില്യൺ വിലമതിക്കുന്ന B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകളാണ് ഇവിടങ്ങളിൽ ആകമാനം വർഷിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നൂതന റഡാർ സംവിധാനങ്ങളെ ഒഴിവാക്കാനും ഉയർന്ന പ്രതിരോധ ശേഷിയുള്ള വ്യോമാതിർത്തിയിലേക്ക് കനത്ത യുദ്ധോപകരണങ്ങൾ എത്തിക്കാനും ഈ ഒരു നിരീക്ഷണം വഴിയൊക്കെ കഴിയുകയും അതിന് വേണ്ടുന്ന സ്റ്റെൽത്ത് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ആക്രമണം US നടത്തിയിരിക്കുന്നത്. ഇനി അതും മാത്രമാണോ? ഇനിയും കിടക്കുകയാണ്. ഇനിയും അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വമ്പൻ ഒരു ഏറ്റുമുട്ടലിലേക്ക് തന്നെയാണ്. അതായത് ഇനി തല പൊക്കരുത് ഒരുത്തരും. നമുക്കറിയാം, ലിബിയയിലൊക്കെ അടക്കം അടിച്ച് നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഗൾഫ് മേഖല ഒന്നടങ്കം ഇറാനെ ആക്രമിക്കാനുള്ള നീക്കത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഫലത്തിൽ അനുശോചനങ്ങൾ അല്ലെങ്കിൽ ഒക്കെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ ഇറാനൊപ്പം എന്ന് പറയുന്ന റഷ്യയോ ചൈനയോ ഒന്നും രംഗത്തേക്ക് ഇറങ്ങിയിട്ടില്ല, കളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഈ കളത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ കളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഗൾഫ് മേഖലയെ ഒന്നടങ്കം തിരിച്ചടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും. കൂടാതെ കിട്ടിയ സമയത്തിന് ഹൂത്തികളെയും ഹിസ്ബുള്ളയെയും ഒക്കെ അടിച്ച് തകർക്കാനുള്ള നീക്കത്തിലേക്ക് പോയിരിക്കുകയാണ് US-ഉം ഇസ്രായേലും. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇപ്പോൾ നിലവിൽ യുദ്ധത്തിലുള്ള സൈനികരെ മാറ്റി നിർത്തി പോലും 100,000-ഓളം റിസർവിസ്റ്റുകളാണ് ഈ യുദ്ധമേഖലയിലേക്ക് ഇറങ്ങാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോഴുള്ള 50,000 റിസർവിസ്റ്റുകളെ കൂട്ടാതെയാണ് ഈ 100,000-ഓളം റിസർവിസ്റ്റുകളെ ഇവർ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്, ഇസ്രായേൽ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ലക്ഷ്യം കാണാതെ ഇനി ഒരു ചുവട് പിന്നോട്ട് വയ്ക്കില്ല എന്നുള്ളതാണ്.
ഇതിനിടയിൽ ഇവിടെയുള്ള മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഇനി അവിടെ തിരിച്ചടിക്കും, വലിയ സംഭവമാവും, അങ്ങ് തീർത്ത് കളയും ഇസ്രായേലിനെ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമുക്കറിയാം, ഒരു ഏറ്റുമുട്ടലാകുമ്പോൾ ഇരുഭാഗത്തിനും നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നിലനിർത്തിക്കൊണ്ട്, ആ വസ്തുത നിലനിർത്തിക്കൊണ്ട് തന്നെ പക്ഷേ US-ഉം ഇസ്രായേലും ചേർന്ന് നടത്തുന്ന ഈ ഒരു സ്ട്രൈക്കിനെ മറികടക്കാനായിട്ട് എങ്ങനെ ഇറാന് കഴിയും? ഇപ്പോൾ തന്നെ ഇറാന്റെ തലപ്പത്തുള്ള എല്ലാത്തിനെയും തീർത്തിരിക്കുന്നു. ഇനി ഒരു ആയത്തുള്ള ഖമനേയിയുടെ മകൻ അല്ലെങ്കിൽ പിന്തുടർച്ചാവകാശക്കാരൻ വരുമെന്ന് പറയുമ്പോഴും ഇതൊക്കെ നേരെ തലയുയർത്തി നിൽക്കാനുള്ള ഒരു സമയം ഇസ്രായേൽ കൊടുക്കുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഈ 2 ദിവസത്തിനുള്ളിൽ ഇത്രത്തോളം ഒരു ആഘാതം ഇറാന് മേൽ വർഷിക്കാൻ, തീമഴ പെയ്യിക്കാനായിട്ട് US-നും ഇസ്രായേലിനും കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇറാന്റെ കയ്യിലിരിക്കുന്ന മിസൈലുകൾ ഒന്നും പോരാ. ഇതൊന്നും പോരാതെ വരും ഇവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട്. ഇപ്പോൾ തന്നെ അവിടെ തലപ്പത്തിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ആളില്ലാത്ത ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും വിടുവായത്തം പറയുകയാണ്, അങ്ങ് അടിച്ച് തീർത്ത് കളയും ഇറാൻ ഇസ്രായേലിനെ, US-നെ. ഒരല്പം ബുദ്ധി ഉപയോഗിച്ച് വേണ്ടേ നമ്മൾ പറയാനായിട്ട്. അപ്പോൾ ഈ പറയുന്ന സിറിയ, ലെബനൻ, ഗസ മുനമ്പ്, വെസ്റ്റ് ബാങ്ക് അതിർത്തികളിലെല്ലാം നമ്മൾ ഇസ്രായേലിൻ്റെതായിട്ട് റിസർവിസ്റ്റുകൾ ഇപ്പോൾ പറഞ്ഞതല്ലാതെയുള്ളവരെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് 12 മണിക്കൂറിൽ 900-ലധികം ആക്രമണമാണ് US ഇറാന് മേൽ നടത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കണം, 2000-ലധികം ബോംബുകൾ ഇറാനിൽ 30 മണിക്കൂറുകൾ കൊണ്ട്, ഏതാണ്ട് ഈ 2 ദിവസം പിന്നിടുമ്പോഴേക്കും 30 മണിക്കൂറുകൾ കൊണ്ട് വിന്യസിച്ചു ഇസ്രായേൽ എന്ന് പറയുന്നിടത്ത് തന്നെ 12 മണിക്കൂർ കൊണ്ട് 900-ലധികം ആക്രമണങ്ങൾ ഇറാന് മേൽ നടത്തിയെന്നാണ് US-ന്റെ അവകാശവാദം. ഈ അവകാശവാദങ്ങളെ കവച്ചു വയ്ക്കാൻ തരത്തിലുള്ള യാതൊരു റിപ്പോർട്ടുകളും ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സ്റ്റെൽത്ത് ബോംബറുകൾ 2000 പൗണ്ട് ഭാരമുള്ള ഈ ഒരു വലിയ ഭീമൻ ബോംബുകൾ ഉപയോഗിച്ചായിരുന്നു നിർമ്മിച്ചിട്ടുള്ളത്. അതായത് 2000 പൗണ്ട് ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബോംബ് വീഴുന്നെടുത്ത്, അതായത് ഭൂമിയെ തകർക്കുന്ന തരത്തിലുള്ള ബോംബാണ് ഇത് ഇറാന്റെ ശക്തമായ ഭൂഗർഭ സമുച്ചയങ്ങൾ, അതായത് മാളത്തിനുള്ളിൽ എലികൾ പൊത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് പോലെ ഒളിച്ചിരിക്കുന്ന എല്ലാത്തിനെയും തീർക്കാൻ കണക്കാക്കിയിട്ടുള്ളതാണ് ഈ ഒരു ബങ്കർ ബസ്റ്റർ ബോംബ്. ആ 2000 പൗണ്ട് ഭാരമുള്ള ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇത്തരത്തിൽ മാളത്തിൽ പതിയിരിക്കുന്ന ഭീകരർക്കെതിരെ എല്ലാം തന്നെ, അതായത് ഇസ്രായേലിനും US-നും ഭീഷണിയായി നിൽക്കുന്നവരുടെ മാളത്തിന് മുമ്പിൽ കൊണ്ടുപോയിട്ട് പൊട്ടിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ B2 ബോംബർ വിന്യാസത്തിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം എന്തായിരുന്നു? ഇറാന്റെ ശക്തമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ സൗകര്യങ്ങളായിരുന്നു അവരുടെ അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉറപ്പുള്ള ഇത്തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈൽസ് സൂക്ഷിച്ചിരുന്ന ഭൂഗർഭ അറകൾ അത് പൂർണ്ണമായിട്ട് നശിപ്പിക്കുക. അത് പൂർണ്ണമായും നശിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുക? സ്വാഭാവികമായിട്ടും ഇറാന്റെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥ വരും. ആ അവസ്ഥയിലേക്ക്, നിരായുധീകരണത്തിലേക്ക് ഇറാനെ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു ബോംബ് വർഷിക്കുന്നതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത്. മിസോറിയിലെ വൈറ്റ്മാൻ എയർഫോഴ്സ് ബേസിൽ നിന്നാണ് ഈ ബോംബറുകൾ നിർത്താതെ പറന്നത് എന്നുള്ള സൈനിക വിശകലന റിപ്പോർട്ടുകളും ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട്. വിശകലന വിദഗ്ധർ ഇത് കൃത്യമായിട്ട് സൂചിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ കഠിനമായ റൗണ്ട് ട്രിപ്പ് പോരാട്ട ദൗത്യം അമേരിക്കയുടെ സമാനതകളില്ലാത്ത ആഗോള ആക്രമണ ശേഷി കൂടി മനസ്സിലാക്കി തരുന്നുണ്ട് ലോകത്തിന് എന്നുള്ളതാണ്. അപ്പോൾ ആകാശത്ത് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ലോജിസ്റ്റിക്സ് സംവിധാനങ്ങൾ അമേരിക്കയുടെ പക്കൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൂടി, അതായത് 700-ലധികം തവണ ഇറാനെ യുദ്ധവിമാനങ്ങൾ വലം വയ്ക്കുമ്പോൾ അവിടെ എങ്ങനെ റീഫ്യൂവൽ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ആ ചിന്തിക്കുന്നിടത്താണ് ഇത്തരത്തിലുള്ള ലോജിസ്റ്റിക്സ് സംവിധാനങ്ങളിൽ അമേരിക്കയ്ക്കുള്ള ഒരു അമേരിക്കയുടെ ഒരു മുൻഗണന എന്ന് പറയുന്നത് കൂടി മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. US-ഉം ഇസ്രായേലും അടി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന മട്ടിലാണ്
ആക്രമണം നിർത്തുന്നതായിട്ടുള്ള യാതൊരു തരത്തിലുമുള്ള വാർത്തകളോ റിപ്പോർട്ടുകളോ ഒന്നും വരുന്നില്ല. ഇതിനിടയിൽ ഇറാൻ യുദ്ധം നിർത്താൻ സന്നദ്ധരാണ്, അതായത് സംസാരിക്കുക, ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിനെ മറിച്ചാണ് ഇവിടേക്ക് ഇന്റർപ്രറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതായത് US-ഉം ഇസ്രായേലും ഇറാനോട് സംസാരിക്കാം എന്നുള്ള രീതിയിലൊക്കെ വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. അതെങ്ങനെ സംഭവിക്കും എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്നവനൊന്ന് ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. നമ്മളിപ്പോൾ പറയുന്നത് പോലെ 2000 ബോംബുകൾ, അതിൽ 2000 പൗണ്ട് ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ വിന്യസിച്ചു. ഇറാനെ പൂർണ്ണമായിട്ടും തകർത്ത് തരിപ്പണമാക്കി. ഇറാന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഹിസ്ബുള്ളയിലേക്കുള്ള ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഏതാണ്ട് 360 ഡിഗ്രി തിരിഞ്ഞുകൊണ്ടുള്ള അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റുമുട്ടലാണ് US-ഉം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇത്രത്തോളം വ്യാപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇറാന് തിരിച്ചാക്രമിക്കാൻ കഴിയുക എന്നുള്ളതൊരു പ്രധാന ചോദ്യമാണ്. അപ്പോൾ ഇറാനെ പ്രകീർത്തിക്കുന്നവരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തായാലും ഒരു യുദ്ധം എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തും ഏറ്റുമുട്ടലിൽ ഉണ്ടാകാവുന്ന നാശനഷ്ടങ്ങൾ ഏറെയാണ്. യുദ്ധം ഒന്നിനും അനിവാര്യമല്ല. പക്ഷേ ഈ യുദ്ധം എളുപ്പത്തിൽ തീരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. എങ്കിലും വാസ്തവം ഇതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ ഇതുവരെ തന്നുകൊണ്ടിരുന്ന എല്ലാ പിന്തുണയ്ക്കും നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഈ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിന് മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. കൂടാതെ വാർത്തകൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.